ചൂട് തേടി ഹെൽമറ്റിനുള്ളിൽ കയറിക്കൂടിയ പെരുമ്പാമ്പ് യുവാവിന്റെ തലയിൽ കടിച്ച വളരെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. പടിയൂർ നെടിയോടിയിലെ കെ രതീഷ് എന്ന യുവാവിനെയാണ് ഒരു ചെറിയ പെരുമ്പാമ്പ് കടിച്ചിരിക്കുന്നത്. തലയ്ക്കാണ് കടിയേറ്റതെന്നാണ് വിവരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. അതായത് വീടിന് മുന്നിലിരുന്ന ബൈക്കിലായിരുന്നു യുവാവിന്റെ ഹെൽമറ്റ് വെച്ചിരുന്നത്. ഇതിനുള്ളിലാണ് ഈ ഒരു കുട്ടി പെരുമ്പാമ്പ് കയറിപ്പറ്റിയത്. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ യുവാവാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹെൽമറ്റ് ധരിക്കുകയായിരുന്നു. തുടർന്ന് തലയിൽ എന്തോ കടിച്ചതായി തന്നെ തോന്നി. ഹെൽമറ്റ് അഴിച്ചു നോക്കിയപ്പോഴാണ് ഈ പാമ്പ് പുറത്തേക്ക് ചാടുന്നത്. പേടിയോടെ ഹെൽമറ്റ് അടക്കം നിലത്തെറിഞ്ഞു. പാമ്പ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏത് പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലായില്ല എന്നാണ് യുവാവ് പറയുന്നത്. പാമ്പ് കടിയേറ്റ വിവരം രതീഷ് ബന്ധുക്കളെ അടക്കം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് വിവരം അറിഞ്ഞെത്തിയ ബന്ധുക്കൾ രതീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നടത്തിയ പരിശോധനയിലാണ് വിഷമില്ലാത്ത ഒരു പെരുമ്പാമ്പാണ് കടിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. യുവാവ് വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതേസമയം ആളുകൾ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ് ഈ മഴക്കാലം. കാരണം ഏറ്റവും അധികം രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നതും മഴക്കാലത്ത് തന്നെയായിരിക്കും. മാത്രമല്ല ഒഴുക്കിൽപ്പെട്ട് പോലും കാട്ടുമൃഗങ്ങളും വിഷജീവികളും ഒക്കെ അഭയം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഈ മഴക്കാലത്തെ പതിവ് സംഭവങ്ങളാണ്. പ്രത്യേകിച്ചും പാമ്പുകളാണ് ഇതിൽ അപകടങ്ങളായിട്ടുള്ളവ. കടുത്ത ചൂടിന് ശമനമായി മഴ പെയ്യുമ്പോൾ ഇരതേടി പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നാൽ ഇരതേടി ഇവ എത്തിച്ചേരുന്നത് ആകട്ടെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഷൂസുകൾക്കുള്ളിലോ ഒക്കെ ആകാം. ഇത്തരമൊരു സംഭവമാണ് ഇക്കഴിഞ്ഞ നാളിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്നിരിക്കുന്നത്. അതായത് പാമ്പ് പിടുത്തക്കാരൻ രാജേഷാണ് ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ പങ്കുവെച്ചത്. ആ വീഡിയോയിൽ ഒരു വീടിന് മുന്നിൽ വെച്ച സ്കൂട്ടിയുടെ ഹാൻഡിൽ കവറിനുള്ളിൽ നിന്നും ഒരു മൂർഖനെ പുറത്തെടുക്കുന്നതായിരുന്നു ഈ വീഡിയോ. സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ കവർ ഊരിമാറ്റിയതിന് പിന്നാലെ പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു. ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പാമ്പിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആക്രമിക്കുന്നതടക്കം ഈ വീഡിയോയിൽ വ്യക്തമാണ്. പാമ്പ് സ്വന്തം ശരീരത്തിൽ കടിക്കാൻ ശ്രമിക്കുകയും പിന്നാലെ വാഹനത്തിൻ്റെ ഹാൻഡിലിൽ കടിക്കുകയും ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അതായത് നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് രാജേഷ് ഈ പാമ്പിനെ മുഴുവനായും പുറത്തെടുക്കുന്നത്. പിന്നാലെ അതിനെ ഒരു തുണിസഞ്ചിയിലേക്ക് മാറ്റുന്നു. അതേസമയം ചില ആളുകൾ ഇതിന് സംശയം പറയുന്നത് കാറിന്റെ അക്സസറിയിൽ മൂർഖൻ പാമ്പുകൾ കയറുമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ ഭയം തോന്നുന്നു എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത്. അതായത് വേനൽക്കാലത്ത് എന്ന പോലെ മഴക്കാലത്തും പാമ്പുകളുടെ ശല്യമൊക്കെ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നു. അതായത് പൊത്തുകൾ, മാളങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അവ എത്രയും വേഗം അടയ്ക്കുക. അതുമാത്രമല്ല ഹെൽമറ്റ്, ഷൂ ഇവയൊക്കെ ധരിക്കുന്നതിന് മുൻപ് ഉള്ളിൽ ഇഴജന്തുക്കൾ കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. വീടും പരിസരവുമൊക്കെ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകൾ പുല്ലും മറ്റും വെട്ടി വൃത്തിയാക്കുന്നത് പാമ്പ് ശല്യം ഒഴിവാക്കാൻ സഹായിക്കും. കരിയില, തടികൾ, ഓല, കല്ലും കട്ടയും പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവയുടെ ഇടയിൽ പാമ്പുകൾ കയറിക്കൂടുന്നതും പതിവാണ്. അതിനാൽ തന്നെ ഇവ വീടിൻ്റെ പരിസരത്തോ ജനലുകൾക്ക് അരികിലോ കൂടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീടിൻ്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതടക്കം ഒഴിവാക്കണം. വെള്ളത്തിൻ്റെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകൾക്ക് ഇവ വളരെയധികം താല്പര്യമാണ്. പൂന്തോട്ടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. വീടിൻ്റെ പരിസരങ്ങളിൽ പട്ടിക്കൂട്, കോഴിക്കൂട് എന്നിവയുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം പാമ്പുകളുടെ സാന്നിധ്യമൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തായിരുന്നാലും ചൂടുകാലത്തായിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കുക. വിഷജന്തുക്കളായ പാമ്പുകളെല്ലാം ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ തന്നെ വീടിന് അടുത്തൊക്കെ തന്നെയും അതുപോലെ വാഹനങ്ങളിലും ഷൂസുകളിലൊക്കെ കയറിപ്പറ്റാൻ വളരെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോവുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.